വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT പാഠപുസ്തകത്തില് 8th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്റർ ആണ്. ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്നതാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ധാരാളം ലഹളകളെ കുറിച്ചും അതുപോലെ തന്നെ പല നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതായത് പാലിയം സത്യാഗ്രഹം, അതുപോലെ തന്നെ കുറിച്യർ ലഹള, കുണ്ടറ വിളംബരം, അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവങ്ങള്, പിന്നെ വൈകുണ്ഠ സ്വാമി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, അത് മേൽമുണ്ട് സമരം, അങ്ങനെ ധാരാളം ടോപ്പിക്കുകൾ നമ്മുടെ ഈ ഒരു ഇത്ര മാത്രമല്ല, ഞാൻ കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു 2 SCERT ചാപ്റ്റർ മാത്രമേ കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്ന്, അല്ലെ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? നോക്കൂ, തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ധീരയോദ്ധാവിന്റെ പ്രതിമയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. 1741 കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്ക് 1951 കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന ആരെ പരാജയപ്പെടുത്തിയത്? ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. യൂറോപ്യരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തദ്ദേശീയരായിട്ടുള്ള ആദ്യകാല സംഘർഷങ്ങളൊക്കെ മുൻവർഷത്തെ അധ്യായത്തിലാണ്. അത് നമുക്ക് പഠിക്കാനില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഭാഗം നമ്മൾ ഇവിടെ കൊടുക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാഞ്ഞത്. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിലെത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. യൂറോപ്യന്മാരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെ, അല്ലെ? മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി അതുപോലെ തന്നെ തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെ കുറിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. അദ്ദേഹം കോട്ടയം രാജകുടുംബാംഗമായിരുന്നു. ഏത് രാജകുടുംബാംഗമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളവർമ്മ പഴശ്ശിരാജ, അല്ലെ? ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുന്നതിനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്ന് വ്യവസ്ഥയുണ്ടായി. കോട്ടയത്തെ എന്താണ് നികുതി പിരിക്കാനുള്ള അവകാശം. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം പഠിക്കണം. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. അപ്പൊ മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലാവാൻ കാരണമായ ഉടമ്പടി എന്താണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിരാജയുടെ അമ്മാമനായ ആർക്ക് കൊടുത്തു? കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെ ഏൽപ്പിച്ചു. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കാൻ പാടില്ലാന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുത്തു. ഇനി അടുത്ത് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ താവളം വയനാട്ടിലേക്ക് മാറ്റി തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തു ഒളിപ്പോർ അഥവാ ഗൊറില്ല യുദ്ധം നടത്താനായിട്ട് തുടങ്ങി. കുറിച്യർ നായകൻ ആരാണ്? തലക്കൽ ചന്തു. ചോദിച്ചിട്ടുണ്ട്. നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത്. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ അവർ ഒരുക്കി. പുതിയ റോഡുകൾ നിർമ്മിച്ചു. വയനാട്ടിലേക്ക് അരി എത്തുന്നത് തടഞ്ഞു. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികവും അവർ പ്രഖ്യാപിച്ചു. ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടിയെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഇംഗ്ലീഷുകാരും മൈസൂരും രാജാവും തമ്മിലുള്ള മൂന്നാമത്തെ യുദ്ധത്തിൽ മൈസൂർ രാജാവ് പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് മാസം 18 വർഷം പ്രധാനം മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയെ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് വിളിക്കുന്നു. ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു.
പിടിച്ചു. ഇനി നോക്കൂ, പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലക്കിട്ടത് നോക്കുക. അതായത് വിലയിട്ടത് നോക്കിയേ, കേരളവർമ്മ പഴശ്ശിരാജയെ പിടിച്ചു കൊടുത്ത, വീരവർമ്മ രാജാവിനെ പിടിച്ചു കൊടുത്ത, രവിവർമ്മ രാജാവ്, പള്ളൂർ എമ്മൻ, പള്ളിയൂർ എന്താണ് ഇരയപ്പൻ, അവരെയൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ അടച്ചാണ് ഇങ്ങനെയൊക്കെ പിടിച്ചു കൊടുത്താൽ കിട്ടണ പാരിതോഷികമാണ് ഇവിടെ പറഞ്ഞേക്കണേ കേട്ടോ. കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചു എങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവേ ബാബർ ചോദിച്ചിട്ടാണ് പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാ നായകനെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1850 നവംബർ 30 വർഷം പ്രധാനം, ദിവസം പ്രധാനം, വയനാട്ടിലെ സ്ഥലം പ്രധാനം എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചു. പഴശ്ശിയുടെ പ്രതിമ എവിടെയാ സ്ഥിതി ചെയ്യണേന്ന് ചോദിക്കാറുണ്ട്. മാവിലാംതോട്. ഇവിടെ കണ്ടു ഫോട്ടോ. അടുത്ത നോക്കൂ, അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള നാടുവാഴികളിൽ ഒരാള് ആണ് എന്ന നിലയിൽ നിലംപതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി എന്നുള്ളത് ആരാണ്? പഴശ്ശിയുടെ ഔദ്യോഗിക ശരീരം ബഹുമതികളോടെ മാനന്തവാടിയിൽ തോമസ് വാർഡൻ ബാബർ എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണ്. തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണിത്. അപ്പൊ പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചത് എവിടെയാണ്? മാനന്തവാടിയിലാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? 18-ാം നൂറ്റാണ്ടിൽ ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ചൽ തുറമുഖത്ത് വെച്ച് ഡച്ചുകാർ പരാജയപ്പെട്ടതും നമ്മൾ പറഞ്ഞു. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്തുനിൽപ്പിന് നമുക്ക് പരിചയപ്പെടാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ രാജാവിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. ബാലരാമവർമ്മയുടെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് വേലുത്തമ്പി. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം ദളവിയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കി. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ഛനുമായി രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിന്റെ കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെട്ടു. 1809 ജാനുവരി മാസം 11 തിരുവിതാംകൂറിലെ കുണ്ടറ എന്ന സ്ഥലത്ത് വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങുവാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതിനെ നമ്മൾ കുണ്ടറ വിളംബരം എന്ന് പറയുന്നു. 1809 ജാനുവരി മാസം 11 കുണ്ടറ വിളംബരം. അത് കൊല്ലവർഷം 984 മകരമാസം 1 ഇതും പഠിക്കണം. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത പോരാട്ടത്തിന് തയ്യാറാകണമെന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്തത്. തിരുവിതാംകൂർ രാജാവിന് ദളവയുടെ നിരന്തരം നീക്കങ്ങൾ ഇഷ്ടമായിരുന്നില്ലെങ്കിലും നാട്ടുകാർ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു. കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയത്തച്ഛൻ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് ദളവയ്ക്ക് തിരിച്ചടിയായി. ഇദ്ദേഹത്തെ ദളവ പദവിയിൽ നിന്ന് രാജാവ് നീക്കം ചെയ്തു. തിരുവിതാംകൂറിന്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്തെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിച്ചു. അപ്പൊ വേലുത്തമ്പി എന്താ പറയണേ, മരണം എവിടെയാ നടന്നത്? മണ്ണടിയാണ്. അതും ചോദിച്ചിട്ടുണ്ട്. കൊച്ചിയും അതുപോലെ തന്നെ പാലിയത്തച്ഛനും. അടുത്തത് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായി
ഒരു സഖ്യ രൂപീകരിച്ചു. എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു അദ്ദേഹത്തോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അതോടൊപ്പം പാലിയത്തച്ഛന്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകി. തുടർന്നാണ് തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പിയുമായി പാലിയത്തച്ഛൻ എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തു നിന്നു എങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എവിടേക്ക് നാടുകടത്തി? മദ്രാശിയിലേക്ക്. അപ്പൊ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് മദ്രാശിയിലേക്കാണ്. അടുത്തത് പാലിയത്തച്ഛൻ. കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തെ മുഖ്യമന്ത്രിമാർ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു. കുറിച്യർ കലാപം. PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. കുറിച്യർ കലാപം. പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്ര ജനതയാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത്, അല്ലെ? ഇനി വയനാട്ടിലെ ഗോത്ര വിഭാഗമാണ് കുറിച്യർ, അതുപോലെ തന്നെ കുറുമ്പർ. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായി കണ്ടു. എന്തൊക്കെ നടപടികളാണ് കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ ചെയ്തത്? അതായത് അവരുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു, പരമ്പരാഗത കൃഷി രീതികൾ തുടരാൻ അനുവദിച്ചില്ല, നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷം. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി. രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു കുറിച്യർ കലാപത്തിന്റെ നേതാവ്. പ്രധാനം സുൽത്താൻ ബത്തേരിയിലും അതുപോലെ മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. കർഷക അസംതൃപ്തി കലാപത്തിൽ എത്തുന്നു. 1836 മുതൽ 53 വരെ, പിന്നീട് 18 വർഷങ്ങൾക്കിടയിൽ മലബാറിൽ 22ഓളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 19-ാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങൾ, ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായാണ് അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടായി. അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരുടെ? വില്യം ലോഗന്റെ. ചൂഷകരായ ജന്മിമാർക്ക് ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ആക്രമണവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നു എന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും ഇതിനെ മാപ്പിള ലഹള എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക. കണ്ടോ? ഇനി അടുത്തത് നോക്കുക. എന്താ പറയുന്നത്? പണ്ഡിറ്റ് കറുപ്പന്റെ ജാതിഭൂമിയിലുള്ള വരികളാണ് പറയുന്നത്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ, ഇക്കാലത്തിരുപതാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ, എന്തൊരാൾക്കാരാണ് നിങ്ങൾ ജ്ഞാനപ്പെണ്ണെ എന്ന പണ്ഡിറ്റ് കറുപ്പൻ ജാതിഭൂമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയില് രചിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായേ? നമ്മുടെ 19-20 നൂറ്റാണ്ടുകളിൽ ഉണ്ടായ സാമൂഹിക അവസ്ഥയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നാം ഇന്ന് കാണുന്ന തുല്യതയോ സമത്വമോ ഒന്നും തന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങള്, ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ജാതി വിവേചനത്തിന്റെ ഭാഗമായി തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക് തുടങ്ങിയ ധാരാളം സാമൂഹ്യ തിന്മകൾ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്നു. സമൂഹത്തിലുണ്ടായ യുക്തിരഹിതമായ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടിയവരാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും നവോത്ഥാന ചിന്തയുമെല്ലാം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകി. നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് നമ്മുടെ നാട് ജന്മം നൽകി. അതിൽ പ്രധാനപ്പെട്ട ചില പരിഷ്കർത്താക്കളെയാണ് നമ്മൾ പഠിക്കുന്നത്. വൈകുണ്ഠസ്വാമി. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമി വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതുപോലെ തന്നെ അദ്ദേഹം സമത്വ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. രണ്ടും പഠിക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമി. സമത്വ സമാജം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമി. കുര്യാക്കോസ് ഏലിയാസ് ചവറ സാമൂഹിക പരിഷ്കർത്താവാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ആര് സ്ഥാപിച്ചു? ചാവറയച്ചൻ സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമസ്ഥാനീയനാണ് അദ്ദേഹം. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടി
വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഉദ്ഘോഷിച്ചത് ഇദ്ദേഹമാണ്. അരിവുപുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതും ശ്രീനാരായണ ഗുരുവാണ്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമാണെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. ഏത്? അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് ആ ക്ഷേത്രത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമുക്ക് എല്ലാവർക്കും അറിയാം, SNDP അതിന്റെ സ്ഥാപകൻ കൂടിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമി ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. അയ്യങ്കാളി അടിസ്ഥാന ജലവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്ത് നടത്തി? സമരം നടത്തിയ ആളാണ് ഇദ്ദേഹം. വില്ലുവണ്ടി സമരം നടത്തി. അതുപോലെ തന്നെ എന്താണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ധരിക്കുന്നത് പോലെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ആഭരണങ്ങൾ ധരിക്കാൻ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ഇതൊക്കെ അദ്ദേഹത്തിന്റെയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവി രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്താണ്, സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പൊ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരംഭിച്ചു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത് മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. കേരളത്തിലെ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ധാരാളം സമരങ്ങൾ ഇദ്ദേഹം നയിക്കുകയുണ്ടായി. നായർ NSS അഥവാ നായർ സർവീസ് സൊസൈറ്റിയിലെ കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് അതിന്റെ ആസ്ഥാനം. അവിടെ അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ചു. അടുത്തത് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാര്? ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയ വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ. കവിയാണ്, നാടകകൃത്താണ്, പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് അരയ സമാജം. അടുത്തത് VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായത്തിന്റെ നവോത്ഥാന നായകൻ, നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലൊക്കെ അറിയപ്പെട്ട ഇദ്ദേഹം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള നാടകം രചിച്ചു. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ കൂടിയാണ് VT ഭട്ടതിരിപ്പാട്. വാഗ്പടാനന്ദൻ. യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ച ഇദ്ദേഹം ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചു. ആത്മവിദ്യാസംഘം ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള സംഘടനയാണ്. അപ്പൊ യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാട്, ആത്മവിദ്യാസംഘം, വാഗ്പടാനന്ദൻ, അരയ സമാജം, പണ്ഡിറ്റ് കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പൊയ്കയിൽ യോഹന്നാൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, നായർ സർവീസ് സൊസൈറ്റി, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം, ഇതൊക്കെ നമ്മള് എന്താ പറയുന്നത്, ശ്രീനാരായണ ഗുരുവിന്റെ SNDP, വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് പ്രസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ സംഘടനകളാണ്. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ചിലരാണ്. നോക്കൂ, ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മണിമംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും കാരണമായി. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനും കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. ഫസ്റ്റ് വൺ, മേൽമുണ്ട് സമരം. എല്ലാ മതത്തിലും ചാനാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്തു കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റു ഏതു വിധത്തിലെങ്കിലും മാറുമറിച്ചു കൊള്ളുകയോ ചെയ്യുന്നതിന് വിരോധം ഇല്ലായ്മ കൊണ്ട് വിവരം സകലമാനവരും അറിഞ്ഞു നടന്നുകൊള്ളുകയും വേണം എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അപ്പോ മേൽമുണ്ട് ധരിക്കാൻ, സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ എന്താണ് അവകാശം നൽകിയത്? ആരാണ് അവകാശം നൽകിയത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്.
അപ്പോ എല്ലാ മതത്തിലുള്ള ചാനാട്ടികളും കട്ടിശീല കൊണ്ട് ഉടുത്ത് കെട്ടിക്കൊള്ളുകയോ മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റു ഏത് വിധത്തിലെങ്കിലും മാറുമറച്ചു കൊള്ളുകയോ അപ്പോഴും മേൽജാതിയിലുള്ള സ്ത്രീകളുടെ പോലെ മാറുമറയ്ക്കാൻ പാടില്ല കേട്ടോ, വിരോധമില്ല എന്ന് പറഞ്ഞതാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണെന്ന്. അതായത് ഈ വിളംബരത്തിന് കാരണമായത് എന്താണ്? മേൽമുണ്ട് സമരാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? തെക്കൻ തിരുവിതാംകൂറിലെ ചാർനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗം എന്ന് കരുതുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ആർക്കാണ്? ചാർനാർ സ്ത്രീകൾക്ക്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാർനാർ സ്ത്രീകളെ ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1859 ജൂലൈ 26 വർഷം പ്രധാനം ചാർനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വൈക്കം സത്യാഗ്രഹം. അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ബോർഡ് ഉണ്ട് അല്ലെ. വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോർഡിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇതിനെതിരെ 1924 മാർച്ച് 30 നടത്തിയ സത്യാഗ്രഹത്തെ ആരംഭിച്ച സത്യാഗ്രഹത്തെ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നു. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, അതായത് കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ബാക്കിയെല്ലാതും ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ സംഘടിപ്പിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സവർണ ജാഥ. എന്താണ്? സവർണ ജാഥ കേട്ടോ. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 എന്താരംഭിച്ചു? സത്യാഗ്രഹം ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റനായ എ കെ ഗോപാലൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള എന്നിവരെ സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. കെ കേളപ്പൻ ക്ഷേത്രത്തിനുള്ളിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നെത്തിയത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഉപവാസം അദ്ദേഹം അവസാനിപ്പിച്ചു. ക്ഷേത്ര പ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്തിനു കഴിഞ്ഞു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ആധുനിക കാലത്തെ മഹാത്ഭുതം. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലെ എല്ലാ വിഭാഗങ്ങൾക്കും, ക്ഷേത്രങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ഹിന്ദുക്കൾക്കും എന്താണ് ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. പാലിയം സത്യാഗ്രഹം കേരളത്തിൽ നടന്ന മറ്റൊരു സത്യാഗ്രഹമാണ് 1947-48 കാലഘട്ടത്തിലെ പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. അപ്പൊ സി കേശവനാണ് ഇതിന്റെ നേതാവ്. സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും ഒക്കെ ഉപയോഗിച്ചു. 48 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. അപ്പൊ കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുത്തു 1948. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത്
വരിക വരിക സഹചരെ സമര സമയമായി. കരുളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകുന്ന ബ്രിട്ടന്റെ വിരട്ടുവിൻ, ചട്ടങ്ങളൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടബത്തിലൊട്ടുമേ നിലച്ചിട. അല്ലെ, ഇത് നമ്മള് ഉപ്പു നാം കുറുക്കണം, ആരു വന്ന് എതിർക്കിലും അല്പം കൊടുത്തിടാതെ കോപിയായി നിൽക്കണം കേട്ടോ. അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തില് പാടിയതാണിത്, നമ്മൾ കേട്ടിട്ടുണ്ട്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംശി നാരായണ പിള്ള എഴുതിയ വരികളാണ്. സത്യാഗ്രഹത്തിന്റെ രീതികൾ എന്താണെന്ന് ഈ വരിയിൽ നിന്ന് കണ്ടെത്താൻ കുട്ടികളോട് പറഞ്ഞേക്കാണ്. സത്യാഗ്രഹികൾ ഗാനമാലപിച്ചും മുദ്രാവാക്യം മുഴക്കിയും പയ്യന്നൂർ കടപ്പുറത്തേക്ക് ജാഥയായി നീങ്ങി. വഴിനീളെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം എത്രമാത്രം ഊർജ്ജസ്വലമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യമായിരുന്നു സി ശങ്കരൻ നായർ, ബാരിസ്റ്റർ GP പിള്ള എന്നിവർ. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആരെ? സി ശങ്കരൻ നായരെ. കേരളത്തിലെ മലബാറിലെ കാര്യം പറയണേ. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം, ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനം ദേശീയ പ്രസ്ഥാനത്തെ വളരെയധികം ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിൽ ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശി നിർമ്മിത വസ്തുക്കൾ, കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളും വിദ്യാർത്ഥികളും മികച്ച പങ്കാളിത്തത്തിന് ഉണ്ടായിരുന്നു. സി കുഞ്ഞിരാമമേനോൻ, അതുപോലെ തന്നെ K കേളപ്പൻ, പിന്നെ U ഗോപാലമേനോൻ, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, ഈ മൗലപിതാക്കൾ എന്ന് ഓർക്കുക. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. ചോദിച്ചിട്ടുണ്ട്. K കേളപ്പൻ, ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് സത്യാഗ്രഹം നയിച്ചത് കേരളത്തിൽ. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുൽ റഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്തും പ്രധാനമാണ് കേട്ടോ നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഇനി 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോടെത്തി. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധി ആദ്യമായി എത്തിയത് എന്തിന് ചോദിക്കാറുണ്ട്. ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിപ്പിച്ചപ്പോൾ അത്യാവശ്യത്തോടെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത്. ഇനി മലബാർ കലാപം. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും കൂടി ചേർന്നപ്പോൾ മലബാർ കലാപമായി അത് പരിണമിച്ചു. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. ജന്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിൽ ഏർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയതിൽ പ്രമുഖർ പഠിക്കണം ആലി മുസ്ലിയാർ, വാരയംകുന്നത്ത് മുഹമ്മദ് ഹാജി, AP നാരായണ മേനോൻ എന്നിവരാണ്. മലബാർ കലാപകാലത്തുണ്ടായ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്ക് മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്നും മലബാറിലേക്ക് പുറത്തുള്ള ജയിലിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കിടക്കാത്ത ചരക്ക് വണ്ടിയിൽ കയറ്റി. യാത്രാമധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ ഒരിറ്റ് വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും ശ്വാസം മുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, പാണ്ടിക്കാട് സംഘർഷങ്ങൾ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. ഇതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. മലബാർ കലാപകാലത്ത് നടന്ന പ്രധാന സംഭവമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാം.
അടുത്ത ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റു ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായി ഇത് മാറി. കേരളത്തിൽ മലബാർ, അതുപോലെ കൊച്ചി, തിരുവിതാംകൂർ മേഖലയിലെ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സംഭവമാണ്, അല്ലെങ്കിൽ മലബാറിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. വിവിധയിടങ്ങളിൽ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. 1942 നവംബർ 17 ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ കെ വി മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടത് മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരവുമായിരുന്നു. ഇലക്ട്രിസിറ്റി സമരം. തൃശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ ആർ കെ ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. ഇതിനെയാണ് എന്ത് പറയുന്നത്? വൈദ്യുതി പ്രക്ഷോഭം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിച്ചു. 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചു. പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി. കൊച്ചിയിൽ ആദ്യ കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. പ്രധാനം തിരുവിതാംകൂറിൽ ജനങ്ങളെ രാഷ്ട്രീയ ബോധത്തെ തട്ടിയുണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1891 ജാനുവരി 1 എന്താണ് മഹാരാജാവിന് ഒരു ഒപ്പിട്ട നിവേദനം കൊടുക്കുകയാണ് നേതാവ് GP പിള്ളയാണ്. ഈഴവ സമുദായത്തിലുള്ള ആൾക്കാർക്ക് പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞ് 1896 സെപ്റ്റംബർ 3 ഈഴവ സമുദായാംഗങ്ങൾ ഒപ്പിട്ടൊരു നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിന് ഈഴവ മെമ്മോറിയലിന്റെ നേതൃത്വം നൽകിയത് ഡോക്ടർ പി പൽപു ആയിരുന്നു. നിവർത്തനം. സിവിൽ നിയമലംഘനത്തിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ച് കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. നിവർത്തനം എന്ന പേര് നൽകിയത് IC ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് നിവർത്തന പ്രക്ഷോഭം? തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമാണ് 1932 നിവർത്തന പ്രക്ഷോഭം. പ്രക്ഷോഭത്തെ പറയാണ് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലെ നിയമസഭയിലെ ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നായിരുന്നു ആവശ്യം. C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവർ നേതൃത്വം നൽകിയവരെ പഠിക്കുക. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കുക. പട്ടനാട് പിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. നിവേദനത്തിലൂടെയും പ്രത്യക്ഷ സമര പരിപാടിയിലൂടെയും ഇവർ പ്രക്ഷോഭങ്ങൾ നടത്തി. സ്വദേശാഭിമാനി പത്രം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു K രാമകൃഷ്ണ പിള്ള. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം തുറന്ന് എതിർത്തു. തിരുവിതാംകൂർ ദിവാനായിരുന്ന P രാജഗോപാലാചാര്യയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഇതിനെ തുടർന്ന് രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും എന്ത് ചെയ്തു? നാട് കടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. അടുത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് പ്രവർത്തകർ 1934 K കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട് വെച്ചൊരു യോഗം ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ ഇവർ തീരുമാനിച്ചു. P കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂരിപ്പാട്, അതായത് ആരാ? EMS അല്ലെ, AK ഗോപാലൻ, നമ്മുടെ AKG, ഈ വിഭാഗത്തെ നയിച്ചത് ഇവരൊക്കെയാണ്. P കൃഷ്ണപിള്ള ആരൊക്കെയാണ്? P കൃഷ്ണപിള്ള, അതുപോലെ തന്നെ EMS, അതുപോലെ തന്നെ ആരാണ്? AKG. ആരാ മക്കളെ? AKG.
ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ട് എന്നാ പറയണേ. പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ആലപ്പുഴയിൽ എന്ന് നടന്നത് പുന്നപ്ര വയലാർ സമരം നടന്നത്. ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതിനാൽ ഇതിനെ പുന്നപ്ര വയലാർ സമരം എന്ന് വിളിച്ചു. 1946-ൽ കർഷകരും തൊഴിലാളികളും ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് എന്ന് മനസ്സിലാക്കണം ട്ടോ. ഇനി അടുത്തത് നോക്കുക, ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ മാതൃഭൂമി. ഇവിടെ 100 പേരിൽ 3-4 പേർക്ക് മാത്രമാണ് വയറു നിറയെ ഭക്ഷണം കഴിക്കാനുള്ളത്, വസ്ത്രം ധരിക്കാനുള്ളത്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിനു പോലും നമുക്ക് വകയില്ല. ഇത് മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പട്ടിണിക്കാരെയും മുഴുപട്ടിണിക്കാരെയും സഹായിക്കാൻ അധികമെന്നും തോന്നുന്നതിൽ ഒരു പങ്ക് എന്നെ ഏൽപ്പിക്കുക. അത് ഞാൻ വസ്ത്രമായും ഭക്ഷണമായും മാറ്റി എത്തേണ്ട കൈകളിലും വായിലേക്കും എത്തിക്കും. നിങ്ങളുടെ കാരുണ്യം കൊണ്ട് ഒരു വയറെങ്കിലും നിറയുമെങ്കിൽ, ഒരു മേനിയെങ്കിലും നഗ്നത മറയ്ക്കുമെങ്കിൽ ഈ സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് വേറൊരു സൽക്കർമ്മ ഇല്ല എന്നാണ്. സ്ത്രീകൾ തിങ്ങി നിറഞ്ഞ വടകരയിലെ പൊതുയോഗത്തിൽ മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും അപരാധ ബോധത്തോടെ തല താഴ്ത്തി. ഒരു പെൺകുട്ടി ഗാന്ധിജിയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു. സ്വർണവളയും കമ്മലും ഊരി നീട്ടിപ്പിടിച്ചു. പെട്ടെന്ന് സ്തബ്ധനായി പോയ ഗാന്ധിജി ചോദിച്ചു, സോമനസാലയാണോ ഈ തീരുമാനം? അതെ എന്നവൾ തലയാട്ടി. നിന്റെ പേരെന്താ കുട്ടി? അവൾ ഉത്തരം പറഞ്ഞു, കൗമുദി. നമ്മുടെ കൗമുദി ടീച്ചർ. അച്ഛനമ്മമാരോട് എന്തു പറയും? ആഭരണമില്ലാത്ത പെൺകുട്ടിയെ വേണ്ടെന്ന് ഭർത്താവായി വരാനിരിക്കുന്നയാൾ ശാഠ്യം പിടിച്ചാൽ നീ എന്തു ചെയ്യും? അങ്ങനെ ശാഠ്യം പിടിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ടെന്ന് ഞാനും ശാഠ്യം പിടിക്കും. ആര് പറഞ്ഞു? കൗമുദി ടീച്ചർ പറഞ്ഞു എന്ന്. അപ്പൊ മേൽ പറഞ്ഞ ചരിത്ര സംഭവം വായിച്ചോ? ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആഭരണം ധരിക്കാതെ ഖാദി മാത്രം ധരിച്ച് ലളിത വസ്ത്രം നയിക്കുന്ന വ്യക്തിയായി മാറി കൗമുദി ടീച്ചർ. ഇങ്ങനെ നിരവധി മലയാളി സ്ത്രീകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉപ്പു നിർമ്മാണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നീ പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ സജീവമായി. സമര കാലഘട്ടത്തിൽ ഐത്തോച്ചാടന, ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നു. സമരങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സ്ത്രീകൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മലബാറിൽ AV കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ, തിരുവിതാംകൂർ ലക്കാമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരൊക്കെ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. അടുത്ത ആളുടെ പേര് നോക്കൂ, കാവമ്മ ട്ടോ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണനൂലിൽ കോർത്ത തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിയുടെ കഴുത്തിൽ അണിയിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ എന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. ആ പ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് C. കുഞ്ഞിക്കാവമ്മ. 1938-ൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹരിജന ഉദ്ധാരണം, ഖാദി പ്രചരണം എന്നിവയിലൂടെയും ഇവർ സജീവമായിരുന്നു. ഭൂമിശാസ്ത്രപരവും ഭാഷാപരവും സാംസ്കാരികവും സാമ്പത്തികവും ഭരണപരവുമായ പരിഗണനകൾ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭാഗങ്ങളായി ഗണിക്കാവുന്ന തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ വിഭാഗങ്ങളും മയ്യഴിയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെട്ട സ്വയംഭരണാധികാരമുള്ള ഒരു ഘടകമായി സംഘടിക്കണം. ഈ ഘടകത്തിലെ ഭരണകൂടത്തിന്റെ എല്ലാ അച്ഛാശക്തിയും ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. മുകളിൽ കൊടുത്ത പ്രമേയത്തിലെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ? വ്യത്യസ്ത ഭരണ മേഖലകളായിരുന്ന കേരളത്തെ ഒന്നിപ്പിച്ച് കേരള സംസ്ഥാനം സൃഷ്ടിക്കാനുള്ള പ്രമേയമാണിത്. ഐക്യ കേരളത്തിനായി നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് നോക്കാം. 1921 ചോദിച്ചിട്ട് ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള കോൺഗ്രസ് സമ്മേളനം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റി രൂപീകരിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിന്റെ കൺവെൻഷനുകൾ നടക്കുകയും ചെയ്തു. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് എന്ത് നടന്നു? തിരു-കൊച്ചി സംയോജനം നടന്നു അല്ലെ? അത് കേരള സംസ്ഥാനം എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു. കൊച്ചി, തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കല്ലുകളാണ്
കൊതിക്കല്ല് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇത് കോ എന്നത് കൊച്ചിയെയും തി എന്നുള്ളത് തിരുവിതാംകൂറിനെയും സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന് ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. കമ്മീഷൻ ശുപാർശ പ്രകാരം മലബാറിനെയും അതുപോലെ തന്നെ തിരുക്കൊച്ചിയെയും സംയോജിപ്പിച്ച് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, ഇളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട്, അതായത് ഇന്നത്തെ തമിഴ്നാടിനോട് ചേർത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് കേരളത്തിലോട് കൂട്ടിച്ചേർത്തു. മലയാള ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു സംസ്ഥാനം എന്ന ലക്ഷ്യത്തോടെ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും കേരള സംസ്ഥാന രൂപീകരണവുമായി ഉൾപ്പെടുത്തി എന്താ പറയാ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. 1957 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് നടന്നു കേട്ടോ. 57 ഫെബ്രുവരി മാർച്ചിൽ കേട്ടോ. ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യ മന്ത്രിസഭ അധികാരം ഏൽക്കുകയും ചെയ്തു. അങ്ങനെ കേരളം നിലവിൽ വന്നു. കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭയും നിലവിൽ വന്നു. അപ്പൊ കേരളത്തില് എന്താ പറയാ കുണ്ടറ വിളംബരം തൊട്ടുള്ള കാര്യം തൊട്ട് കേരള സംസ്ഥാനം നിലവിൽ വന്നു വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ടീച്ചർ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.